IPL ഓപ്ഷൻ കഴിഞ്ഞ ദിവസം അവസാനിച്ചപ്പോൾ എവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്ഷൻ തന്നെയായിരുന്നു. എക്കാലത്തും പരിചയസമ്പത്തിന് മുൻതൂക്കം നൽകുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ IPL താരലേലത്തിൽ യുവതാരങ്ങളെ വിശ്വാസമർപ്പിച്ച് ആരാധകരെ ഞെട്ടിച്ചിരിക്കുക തന്നെയാണ്. മധ്യനിരയിലേക്ക് ജഡേജയുടെ പകരക്കാരനായി പ്രശാന്ത് വീറിനെയും വിക്കറ്റ് കീപ്പറും ഫിനിഷറുമായി കാർത്തിക് ശർമ്മയെയും ടീമിലെത്തിക്കാനായി ചെന്നൈ മുടക്കിയത് 14.2 കോടി രൂപ വീതമായിരുന്നു. IPL ചരിത്രത്തിൽ അൺക്യാപ്ഡ് താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. ലേലത്തിന് മുൻപ് തന്നെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസണെ കൂടി ടീമിലെത്തിച്ച ചെന്നൈക്ക് പേസ് ബോളിംഗ് നിരയിൽ മാത്രമാണ് ചെറിയൊരു ക്ഷീണമുള്ളത്. വിദേശ പേസറായി ന്യൂസിലാൻഡിന്റെ മാറ്റ് ഹെൻറിയെ ടീമിലെത്തിച്ച ചെന്നൈക്ക് പവർ പ്ലേയിൽ പവർ കാട്ടാൻ ഖലീൽ അഹമ്മദിനൊപ്പം ഹെൻറിയെ ആശ്രയിക്കേണ്ടതായി തന്നെ വരും. നഥാൻ എല്ലിസിനെയാണ് ടീം മധ്യനിരയിലേക്ക് കരുതി വെച്ചിരിക്കുന്നത്. ചെപ്പോക്കിലെ സ്ലോ പിച്ചിൽ സ്പിൻ നിരയിൽ നൂർ അഹമ്മദിനൊപ്പം രാഹുൽ ചഹർ കൂടി എത്തുന്നത് ചെന്നൈക്ക് കരുത്താകും. പ്രശാന്ത് വീറിന്റെ ഓൾറൗണ്ട് മികവിലും CSKക്ക് വിശ്വാസമർപ്പിക്കാം. ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ മലയാളി താരം സഞ്ജു സാംസണാകും ഇന്ത്യയുടെ അണ്ടർ-19 ക്യാപ്റ്റനായ ആയുഷ് മാത്രയ്ക്കൊപ്പം ഓപ്പണിംഗിനായി എത്തുന്നത്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് 3-ാം നമ്പറിൽ ഇറങ്ങുമ്പോൾ ശിവം ദുബെ, ഡെവാൾ ബ്രേവിസ്, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, MS ധോണി എന്നിവരടങ്ങുന്നതാകും CSKയുടെ ബാറ്റിംഗ് നിര. ധോണിക്ക് പകരം ഇമ്പാക്ട് സബ്ബായിട്ടായിരിക്കും രാഹുൽ ചഹർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. ഓപ്ഷന് ശേഷം CSKയുടെ ഏറ്റവും സാധ്യതയേറിയ പവർഫുൾ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ ആയുഷ് മാത്രേ, സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, ശിവം ദുബെ, ഡെവാൾ ബ്രേവിസ്, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, MS ധോണി, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, നഥാൻ എല്ലിസ് എന്നിവരായിരിക്കും പ്ലേയിങ് 11 ഉണ്ടാവുക. മറ്റെല്ലാ ടീമുകളുടെയും സ്ട്രോങ്സ്റ്റ് 11 അപ്ഡേറ്റുകൾ വരും വീഡിയോകളിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.